അമ്മേ ശരണം, ദേവീ ശരണം, ലക്ഷ്മി ശരണം. എല്ലാവർക്കും നമസ്കാരം. 2025 മാർച്ച് മാസം 2-ാം തീയതി ഞായറാഴ്ച. ഈ ഞായറാഴ്ച മുതൽ കുറച്ച് നക്ഷത്രക്കാർക്ക് മഹാലക്ഷ്മിയുടെ കടാക്ഷം ലഭിക്കുന്നു. ആ നക്ഷത്രക്കാരെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. 2025 മാർച്ച് മാസം 2-ാം തീയതി ഞായറാഴ്ച അന്നേ ദിവസം തൊട്ട് ഗ്രഹങ്ങളിലെ മാറ്റവും രാശിമാറ്റവും മൂലം കുറച്ച് നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യം ലഭിക്കാൻ പോകുന്നത്. ഈ ഭാഗ്യം 61 ദിവസം വരെ മാത്രമാണ് അവർക്ക് കിട്ടുക. അതായത് ജീവിതത്തിൽ ഇന്ന് വരെ കഷ്ടപ്പാടും ദുഃഖങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നിറഞ്ഞ ജീവിതത്തിലൂടെ കഴിഞ്ഞുകൂടിയ ആ നക്ഷത്രക്കാർക്ക് ഈ മഹാലക്ഷ്മിയുടെ കടാക്ഷം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ 61 ദിവസം വളരെ ഉയർച്ചയായിരിക്കും ഉണ്ടാവുക. എന്ത് ജോലി ചെയ്തിട്ടും രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന ഇവർക്ക് ഇനിയൊരു നല്ല കാലം തന്നെയാണ് വരാൻ പോകുന്നത്. നമുക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തിൽ തന്നെയാണ്, അല്ലേ? വീട്ടിൽ സമാധാനവും നമുക്ക് മനസ്സമാധാനവും നഷ്ടപ്പെടും. നമ്മുടെ ഈ ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയാവും ആ കുറച്ച് നക്ഷത്രക്കാരെ മഹാലക്ഷ്മി സഹായിക്കാൻ പോകുന്നത്. ഇനി ഒരിക്കലും ജീവിതത്തിലേക്കൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ലെന്ന് വിചാരിച്ചിരുന്ന ആ നക്ഷത്രക്കാർ ഇനി മുതൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ രക്ഷപ്പെടുക തന്നെ ചെയ്യും. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന ഒരു കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊരു പൊതുഫലമാണ്. ആയതിനാൽ ഈ പറയുന്ന നക്ഷത്ര ജാതകർ അവരവരുടെ ജാതകം അവർക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് കാണിച്ച് എന്തെങ്കിലും പരിഹാരങ്ങൾ അവർ നിർദ്ദേശിക്കുകയാണെങ്കിൽ ആ പരിഹാര കർമ്മങ്ങൾ കൂടി ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഉയർച്ച തന്നെ ഉണ്ടാവും, ഉറപ്പ്. മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുണ്ടായാൽ ജീവിതത്തിൽ സമ്പത്തും ആരോഗ്യവും സമാധാനവും ഉയർച്ചയും എല്ലാം തന്നെ ഉണ്ടാവും. പഠനമെല്ലാം കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഈ കാലയളവിൽ അവർ ആഗ്രഹിച്ച നല്ല ജോലി തന്നെ ലഭിക്കും. അതുപോലെ തന്നെ മെഡിക്കൽ എൻട്രൻസിന് വേണ്ടി വർഷങ്ങളായി കോച്ചിങ് സെൻറ്ററുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവർ ആഗ്രഹിച്ചതുപോലെ തന്നെ എൻട്രൻസ് പാസ്സാവാനും അവർ ആഗ്രഹിച്ച കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടുകയും ചെയ്യുന്നതായിരിക്കും. വർഷങ്ങളായി തുടങ്ങാൻ ആഗ്രഹിച്ച ബിസിനസ് പലതും ഈ കാലയളവിൽ തുടങ്ങുവാനുള്ള അവസരം വന്നു ചേരും. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അവർ ആഗ്രഹിച്ച സ്ഥാനമാനങ്ങൾ ലഭിക്കും. ക്ഷേത്രകലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ആദരവും ഫെലോഷിപ്പും ലഭിക്കും. കലാകാരന്മാർക്ക് വളരെയേറെ ഗുണം കിട്ടുന്ന സമയമാണിത്. പ്രത്യേകിച്ച് പാരമ്പര്യ കലാരൂപങ്ങൾ ചെയ്യുന്ന വ്യക്തികൾക്ക് വിദേശത്ത് പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാൻ ഈ സമയത്ത് അവസരം ലഭിക്കും. ടെക്സ്റ്റൈൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഗുണമുള്ള കാലമാണിത്. വർഷങ്ങളായി പല രോഗങ്ങളാൽ അലട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് ഈ സമയത്ത് വളരെ നല്ല രോഗശാന്തി ലഭിക്കും. വീടുകളിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവും. അധിക വരുമാനം ഉണ്ടാകുമ്പോൾ നിങ്ങളെ തേടി സർക്കാർ അംഗീകാരമില്ലാത്ത കമ്പനികളിൽ നിന്ന് പലതരം ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകളും ആയിട്ട് നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. വളരെ ആലോചിച്ചു അന്വേഷിച്ച് മാത്രമേ ആ കമ്പനികളിൽ നിങ്ങൾ പണം നിക്ഷേപിക്കാവൂ. കാരണം പാഴ്ചിലവുകളിൽ സാമ്പത്തികം പോകാൻ സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും പണം നിക്ഷേപിക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം. നിങ്ങളുടെ സൗഹൃദങ്ങളിൽ ജ്യേഷ്ഠ തുല്യരായി കാണുന്ന വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് സാമ്പത്തിക സഹായം ലഭിക്കും.
മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ലഭിക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്താതിരിക്കരുത്. പറ്റുമെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് തീർച്ചയായും വളരെ ഉത്തമമായിരിക്കും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഏത് ക്ഷേത്രങ്ങളിൽ പോകുന്നതിന് മുൻപും നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോയി അവിടുത്തെ പരദേവതയെ കണ്ട് തൊഴുത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് വേണം മറ്റുള്ള ക്ഷേത്രങ്ങളിൽ പോകാൻ. കാരണം സ്വന്തം കുടുംബക്ഷേത്രത്തിൽ പോയി പരദേവതയെ കണ്ട് തൊഴാതെ മറ്റേത് ക്ഷേത്രത്തിൽ പോയാലും നിങ്ങൾക്ക് വിചാരിച്ച ഫലം കിട്ടുകയില്ല. അതുപോലെ തന്നെ ദിവസത്തിൽ ഒരു നേരമെങ്കിലും, അത് രാവിലെയാണെങ്കിൽ അത്യുത്തമം, പ്രാർത്ഥന പതിവാക്കുക. രാവിലെ ദേഹശുദ്ധിയൊക്കെ വരുത്തിയതിന് ശേഷം പറ്റുമെങ്കിൽ ഒരു തിരിയോ അല്ലെങ്കിൽ ഒരു ചന്ദനത്തിരിയെങ്കിലും കത്തിച്ച് വെച്ചിട്ട് സമയമുണ്ടെങ്കിൽ ഒരു 108 തവണ, അല്ലെങ്കിൽ തിരക്കോ അല്ലെങ്കിൽ സമയമില്ലെങ്കിൽ നിങ്ങൾ 12 പ്രാവശ്യമെങ്കിലും ആദ്യം ഓം ഗം ഗണപതിയെ നമ എന്ന് ജപിക്കുക. അതിനുശേഷം അതേപോലെ തന്നെ ഓം നമോ നാരായണായ, ഓം നമ ശിവായ, ഓം ശ്രീ വെങ്കിടാചലപതേ നമ, ഇതെല്ലാം തന്നെ 12 വീതം ജപിക്കുക. ഓം ദാമോദരായ എന്ന് 11 പ്രാവശ്യം ജപിക്കുക. ഇതെല്ലാം കൂടി ഒരു 10 മിനിറ്റിൻ്റെ ആവശ്യമേ ഉണ്ടാവുകയുള്ളൂ. രാവിലെ ഇങ്ങനെ ജപിച്ചിട്ടൊന്ന് ഇറങ്ങി നോക്കിക്കേ, നിങ്ങൾ എന്ത് കാര്യം ഉദ്ദേശിച്ച് പോയാലും അത് നടന്നിരിക്കും, ഉറപ്പാണ്. അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അവൽ നിവേദ്യം നടത്തുക. ശ്രീകൃഷ്ണന് ഏറ്റവും ഇഷ്ടമുള്ളൊരു നിവേദ്യമാണ് അവൽ നിവേദ്യം. കുചേലൻ ശ്രീകൃഷ്ണനെ കാണാൻ പോകുമ്പോൾ അവലുമായിട്ടാണല്ലോ പോയത്. അതുപോലെ തന്നെ പന്തീരടി പാൽപ്പായസം നടത്തുക. സാധാ പാൽപ്പായസമല്ല, ചില ക്ഷേത്രങ്ങളിലൊക്കെ, വലിയ ക്ഷേത്രങ്ങളിലൊക്കെ പന്തീരടി പാൽപ്പായസമുണ്ട്. അതാണ് ശ്രീകൃഷ്ണന് കൊടുക്കാൻ പറ്റുന്ന നേദ്യം. ഇതൊന്നും വലിയ ചിലവുള്ള വഴിപാടുകളല്ല. അവലിനൊക്കെ ഒരു 10 രൂപ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതുപോലെ തന്നെ ഈ 12 പായസത്തിനൊക്കെ 1/4 ലിറ്ററിന് 40 രൂപ, ആ ഒരു റേഞ്ചിലേ വരത്തുള്ളൂ. വലിയ ചിലവുള്ള വഴിപാടല്ല. എല്ലാ ദിവസവും നടത്തണം എന്നല്ല പറഞ്ഞ്. ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഇടയ്ക്ക് ഓരോ ക്ഷേത്രങ്ങളിലും ഭഗവാൻ ഇഷ്ടപ്പെട്ട ചില വഴിപാടുകളുണ്ട്, വലിയ ചിലവില്ലാത്ത. അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഒരു തിരിയെങ്കിലും വേവിച്ച് കൊടുക്കാൻ നോക്കുക. അതുപോലെ ശിവക്ഷേത്രത്തിൽ പുറകു വിളക്ക് നടത്തുക. നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറും. ഇനി മഹാലക്ഷ്മിയുടെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുന്ന ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യ നക്ഷത്രം കാർത്തികയാണ്. പിന്നെ രോഹിണി, മകയിരം, പുണർദം, അടുത്തത് മകം, പൂരം, ഉത്രം, അതുപോലെ വിശാഖം, അനിഴം, തൃക്കേട്ട, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്രക്കാർക്കാണ് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ പോകുന്നത്. ഇവർ ചെയ്യുന്ന മേഖലയിൽ തന്നെ ഉന്നത വിജയമുണ്ടാവും. പരീക്ഷ എഴുതുന്നവർക്ക് അനുകൂലമായ സമയമാണിത്. PC പോലുള്ള പരീക്ഷ എഴുതി കാത്തിരിക്കുന്നവർക്ക് ഈ കാലയളവിൽ ജോലിക്ക് പ്രവേശിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ബിസിനസ് രംഗത്തായാലും നിങ്ങൾ എന്ത് ബിസിനസ് തുടങ്ങിക്കോ, ആ ബിസിനസ് നിങ്ങൾക്ക് ഈ 61 ദിവസത്തെ കാലാവധിക്കുള്ളിൽ നല്ല ഉയർച്ച ഉണ്ടാകും. പിന്നീട് ഉള്ള സമയത്ത് അത് തകർന്നു പോകുന്നല്ല, നിങ്ങൾ ആ ബിസിനസ് ഉയർന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ നോക്കണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ സമയത്ത് ഈ 61 ദിവസത്തിനുള്ളിൽ പല ജോലിക്കും പല കോൺട്രാക്റ്റിനുമൊക്കെ ഓരോ ചാൻസ് കിട്ടും. അത് മാക്സിമം ഉപയോഗപ്പെടുത്തുവാൻ നോക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ജോലി മാറ്റം, ഉന്നതമായിട്ടുള്ളൊരു ജോലിയിലേക്കുള്ള മാറ്റങ്ങൾ, നിങ്ങൾക്ക് അറിയിപ്പുകളൊക്കെ കിട്ടും. ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ മുഖാന്തരമായിരിക്കും പറയുന്നത്, ഇങ്ങനെയൊരു ജോലിയുണ്ട്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, ആ കമ്പനിയിൽ നിങ്ങൾക്ക് കയറാൻ പറ്റും. ഈ സമയത്ത് നിങ്ങൾ പ്രയത്നിക്കുക. എന്ത് കാര്യമായാലും നിങ്ങൾ ചെയ്യുന്ന അതാത് മേഖലയിൽ കൂടുതൽ പ്രയത്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാലയളവിൽ ആ ഉയർച്ച നിങ്ങൾക്ക് നേടാൻ തന്നെ സാധിക്കും. നമുക്ക് ഓരോരുത്തർക്കും
ചില സമയങ്ങളിൽ മാത്രമേ നമുക്ക് അതിനോട്ടുള്ള നമ്മുടെ ഈ രാശിചക്രങ്ങൾ മാറുമ്പോഴും ഗ്രഹങ്ങൾ മാറുമ്പോഴും നമുക്കൊരു ചാൻസ് കിട്ടുക. ആ ചാൻസ് പരമാവധി ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. സുഹൃത്ത് ബന്ധങ്ങൾ നല്ലതാണ് എങ്കിലും രാത്രികാല യാത്രകൾ സുഹൃത്തുക്കളുമായിട്ടുള്ളത് പരമാവധി ഒഴിവാക്കാൻ നോക്കുക. പ്രത്യേകിച്ചും ഡ്രൈവിംഗ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഡ്രൈവിംഗ് ചെയ്യാതെ മറ്റുള്ളവരെ കൊണ്ട് വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. അൺടൈമിലുള്ള യാത്രകൾ അതൊക്കെ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. സാമ്പത്തികം കടം കൊടുക്കാതിരിക്കാൻ ഈ കാലയളവിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് കൊടുത്താൽ തിരിച്ച് കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും, പ്രയോജനപ്പെടത്തില്ല. അതേപോലെ തന്നെ സഹോദരങ്ങളുമായിട്ട് വർഷങ്ങളായിട്ട് അവരുടെ ഭൂമി സംബന്ധമായിട്ട് ഷെയറിൻ്റെ സംബന്ധമായിട്ടൊക്കെയുള്ള എന്തെങ്കിലും പിണക്കങ്ങളോ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഈ കാലയളവിൽ അതെല്ലാം മാറി നിങ്ങൾക്ക് ലഭിക്കാനുള്ള വസ്തുവായാലും സാമ്പത്തികമായാലും തിരികെ കിട്ടുന്നതായിരിക്കും. എന്തുകൊണ്ടും പരിപൂർണമായിട്ടും ഇത്രയും നക്ഷത്രക്കാർക്ക് ഈ 61 ദിവസത്തേക്ക് 2025 മാർച്ച് മാസം 2-ാം തീയതി ഞായറാഴ്ച മുതൽ 61 ദിവസത്തേക്ക് നല്ല മാറ്റമായിരിക്കും ഉണ്ടാവുക. മഹാലക്ഷ്മിയുടെ കടാക്ഷം ഉള്ളതുകൊണ്ട് സമ്പത്ത് നിങ്ങളെ തേടി വരുന്നതായിരിക്കും. ആയതുകൊണ്ട് എല്ലാവരും അതിനനുസരിച്ച് പ്രയത്നിക്കുക. എല്ലാവർക്കും എല്ലാ നന്മകളും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.